നമസ്കാരം, ഡോക്ടർ അൽഫിനെയാണ്. നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ ഒരു തലമുറ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 50 വയസ്സിന് ശേഷമായിരിക്കും മൾട്ടിപ്പിൾ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ മൾട്ടിപ്പിൾ അസുഖങ്ങൾ എന്ന് പറഞ്ഞാലും അവർക്കുള്ളത് എന്തൊക്കെയായിരിക്കും? ഷുഗർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, അങ്ങനെയുള്ള അസുഖങ്ങളാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ഒരു 20-25 വയസ്സാവുന്നതോടെ അവർക്ക് മൾട്ടിപ്പിൾ അസുഖങ്ങളാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ നോക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ വരുന്ന തൈറോയ്ഡ് രോഗികളാണ്. അപ്പോൾ ഇവർക്ക് തന്നെ ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, അലർജി ഉണ്ട്, അതുപോലെ PCOD അല്ലെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ്സ്, ചെറിയ പ്രായത്തിലെ ഗർഭാശയ മുഴകൾ വരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഇവരുടെ ജീവിതം ഒരു ഞെരങ്ങി മൂടിയ അവസ്ഥ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല. ഇനി ഇതിന് ഓരോന്നിനും മരുന്നുകൾ കഴിക്കുന്നു. 5-6 മരുന്നുകളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കഴിച്ചു തുടങ്ങിയാണ്. ഇന്ന് എൻ്റെ കൂടെ അങ്ങനെ ഒരാളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ അസുഖങ്ങൾ തുടങ്ങി പല സർജറികൾ വരെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല, അസുഖങ്ങളുള്ള ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല. മരുന്നുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ കൂടിക്കൊണ്ടുവരും. നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാം. ഹഫ്സത്ത് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ? എന്തായിരുന്നു പ്രശ്നങ്ങള്? തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു. എത്ര വർഷമായി? 2.5 വർഷമായി. മരുന്ന് കഴിക്കുന്നുണ്ട്? മരുന്ന് കഴിക്കുന്നുണ്ട്. തൈറോയ്ഡ് കൂടാതെ PCODയും ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു. പിന്നെ ഗോൾ ബ്ലാഡർ എടുത്തു കളഞ്ഞു ഒരു കൊല്ലം മുന്നേ. ശരി, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങള്? തൈറോയിഡിന് കാൽമുട്ട് വേദന, കൊപ്പുറ്റിക്ക് വേദന, പുറം വേദന, ഊരവേദന, ശ്വാസം തിങ്ങുക, ഗ്യാസിന്റെ പ്രശ്നം, വയറുവീർപ്പ്. എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസിന് വയറ് വീർത്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. നെഞ്ചെടുപ്പ്, കിതപ്പ്. കിടന്നിട്ടുണ്ടെങ്കിൽ കിതപ്പ് കൂടിയിട്ട് പെട്ടെന്ന് നീറ്റിരിക്കും. ശ്വാസം മുട്ട് പോലെ ഉണ്ടായിരുന്നു. കുറച്ചുകൊണ്ട് നടന്നാല് കിതപ്പ് കൂടും. കാലിന്റെ ഓവറായി നടന്നിട്ടുണ്ടെങ്കിൽ കാലിന്റെ പാദത്തിന്റെ അവിടെ കുളത്തി പിടിച്ചിട്ട് അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കും, എന്നിട്ട് മുന്നോട്ട് പോവുള്ളൂ. ജോലിയൊക്കെ ചെയ്യുമ്പോഴോ ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര അലസത, കുട്ടികളോട് ദേഷ്യം, ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. PCOD ഉണ്ടായിരുന്നോണ്ട് പീരിയഡ്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? പീരിയഡ്സ് കറക്റ്റ് ആവൂലായിരുന്നു. എത്ര നാൾ കൂടി ആയിക്കൊണ്ടിരുന്നേ? ചിലപ്പോ 2-3 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു നോർമൽ കളറായിട്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ബ്ലീഡിംഗ് ഉണ്ടാവില്ല. ഇല്ല. കൈകാലും മരവിപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? തരിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഈ വിരലിന്റെ തുമ്പത്തൊക്കെ തരിപ്പ് പോലെ ഉണ്ടായിരുന്നു. അതുപോലെ മസിൽ കയറുന്നുണ്ടായിരുന്നു? മസിൽ കയറുന്നു. ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അല്ലേ? കോൺസ്റ്റിപ്പേഷൻ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത് വന്നിപ്പോ എത്ര നാളായി ട്രീറ്റ്മെന്റ് എടുക്കുന്നു? 3 മാസം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ വരുമ്പം TSH 40, അതായത് തൈറോനോം 88 കഴിച്ചിട്ടും TSH കൂടുതലായിരുന്നു അല്ലേ? അപ്പൊ ഈ ആന്റിബോഡി ഇതിനു മുന്നേ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും അങ്ങനത്തെ രോഗങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫാറ്റി ലിവർ, SGOT, PT ഒക്കെ കൂടുതലായിരുന്നു. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്? നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞുകൊണ്ട് വളരെ ഹാപ്പിയാണ്. വെയിറ്റ് വളരെ കുറഞ്ഞു, വളരെ സന്തോഷമാണ്. ജോലി ചെയ്യാനും ദേഷ്യം കുറഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവമില്ല. അപ്പോൾ വളരെ സന്തോഷം. ഇവിടുത്തെ മരുന്ന് പറഞ്ഞാല് ഓവർ മരുന്നൊന്നുമില്ല, നോർമൽ മരുന്നുള്ളൂ. അതന്നെ വളരെ സന്തോഷം. ഓക്കെ, മറ്റു മരുന്നുകളൊക്കെ നിർത്തി നമ്മുടെ തൈറോണം നിർത്തിയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി അല്ലേ? അപ്പൊ ഇപ്പൊ TSHന്റെ അവസ്ഥ എന്താ? ഇപ്പൊ നോർമലായി, 5 ഉള്ളൂ. 40 വന്നിട്ട് ഇപ്പൊ 5 ആയിട്ട് കുറഞ്ഞു. വെരി ഗുഡ്. ഇപ്പൊ പീരിയഡ്സിന്റെ പ്രശ്നം എങ്ങനെയുണ്ട്? പീരിയഡ്സ് പിന്നെ ഇപ്പൊ വളരെ മാസം കറക്റ്റ് ആണ്, ആവുന്നുണ്ട്. ബ്ലീഡിംഗ് ഉണ്ട്. അപ്പൊ ഫാറ്റി ലിവർ നോർമലായോ? SGOT, PT ഒക്കെ നോർമലാണ്. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഇപ്പൊ ഒരു മരുന്നില്ല. പിന്നെ മുമ്പ് ഞാൻ ബാഗിൽ സ്റ്റോക്ക് ചെയ്യുന്നു, എവിടേക്ക് കറങ്ങുമ്പോഴേ. പിന്നെ ബാം ഉണ്ടായിരുന്നു, വിക്സ് ഉണ്ടായിരുന്നു, പലതരം മരുന്നുകളുണ്ട്. ഗ്യാസിന് പിന്നെ വെള്ള പോലത്തെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, ഒക്കെ കൊണ്ടുപോയി. ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു മരുന്നുമില്ല, അങ്ങനത്തെ സംഭവമില്ല. ഇപ്പൊ എന്റെ ബാഗ് കാലിയാ, അങ്ങനത്തെ സംഭവം ഒരു മരുന്ന് കൊണ്ട് നടക്കുന്നില്ല. സന്തോഷം. വേദനകളില്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല. രാത്രി ശ്വാസം കിട്ടാത്ത? ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ രാത്രി പിന്നെ ശരിക്കും ഉറങ്ങും, അങ്ങനെ കിതപ്പോ ഇടിപ്പോ നീക്കലോ ഒന്നുമില്ല. ജോലിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് ജോലി ചെയ്യും. കുട്ടികളോട് നല്ല സന്തോഷമാണ്. നേരത്തെ ആദ്യം ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല വിശപ്പാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റോട്. നേരത്തെ ഫുഡ് കഴിക്കണമെന്നില്ലായിരുന്നു? ഇല്ലായിരുന്നു. വെള്ളം കുടിക്കാനും ദാഹം ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് കൊണ്ട്
അപ്പൊ വെള്ളത്തിന് നല്ല ദാഹമാണ്. ദാഹം കുടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നല്ല മാറിയല്ലേ? ഉം. നമ്മുടെ മാത്രമാണോ? ഹസ്ബൻഡിന്റെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് എൻ്റെ ട്രീറ്റ്മെന്റിനോട് നല്ല മാറ്റങ്ങൾ കണ്ടപ്പോൾ അവർക്ക് എന്നും രാത്രി ഒരു പനിയായിരുന്നു. ഒരു മോതിരം ഉണ്ടായിരുന്നു, ആ മോതിരം രാത്രി ആയാല് കറുത്തു പോകും. ഇവിടെ വന്ന് ആ മരുന്ന് കഴിച്ചതിന് ശേഷം അങ്ങനെ ഒരു രാത്രി പനി ഇല്ല, അങ്ങനെ കറുപ്പുമില്ല, ഒന്നുമില്ല. വെയിറ്റ് കൂടിയെന്ന്, വെയിറ്റ് വളരെ നോർമലായി. എന്നും ക്ഷീണമായിരുന്നു, ഉറക്ക് ഏത് ടൈമിലും ഉറക്ക്. യാത്ര ചെയ്യുമ്പോൾ തലവേദനയും. ഇപ്പൊ തലവേദന ഇല്ല, അങ്ങനത്തെ ക്ഷീണമില്ല, ഉറക്കില്ല. ഈ സാധാ ഉറങ്ങണ മാതിരിയുള്ള ഉറക്കന്നുള്ളൂ. ഹസ്ബൻഡ് ആക്റ്റീവായിട്ട് ഹസ്ബൻഡ് സൂപ്പറായി. വെരി ഗുഡ്. അപ്പൊ രണ്ടുപേരെയും മാറ്റിയെടുക്കാൻ പറ്റിയല്ലേ? അപ്പൊ ഒരാളെ എടുത്തത് കൊണ്ട് അതിന്റെ ഗുണം മറ്റേ ആൾക്കൂടെ കിട്ടി. സന്തോഷം. ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോടും പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെ കൊടുക്കണം. ഇപ്പൊ പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര ആന്റിബോഡി ഉണ്ട്, എന്റെ TSH ഇത്രയാണ്, ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ, മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? പ്രസൻസ് ഓഫ് ആന്റിബോഡി അല്ല നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടിയോ എന്ന് നിർണ്ണയിക്കുന്നത്. കാരണം ഇപ്പൊ വന്ന മെസ്സേജുകളിലെല്ലാം കൂടുതലും ആന്റിബോഡി ഹൈ ആയിട്ട് നിൽക്കുന്നു, പക്ഷെ TSH ലെവൽ നോർമലാണ്. അപ്പൊ ഒരുപക്ഷെ ഹോർമോൺ ലെവൽ നോർമൽ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാതെ പോയി. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പോയിട്ട് ആന്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പം ആന്റിബോഡി ഉണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആന്റിബോഡി നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചികിത്സ വേണം എന്ന് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കാം ബുദ്ധിമുട്ടുകൾ? ക്ഷീണം, വേദനകൾ, മടി, അലസത, ഓർമ്മക്കുറവ്, പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം, സങ്കടം, പൊട്ടിത്തെറിക്കുക, ആരോടും സോഷ്യലി നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഉറക്കം തൂങ്ങി ഒന്നും ചെയ്യാനുള്ള ഒരു ഉത്സാഹവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക, വയറ്റിലെ പ്രശ്നങ്ങൾ, പീരിയഡ്സിന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചില്, വണ്ണം വെക്കുക, നീര് വെക്കുക, ഈ വക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ TSH നോർമൽ ആണ് എന്ന് കരുതി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്. ഇത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ ചെറിയ പ്രായമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുക എനിക്കിതിപ്പോ മാനേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി അല്ല നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഇത് ഒന്നിനു പുറകെ ഇങ്ങനെ അസുഖങ്ങൾ കൂടിക്കൂടി വരും. ഇപ്പൊ നമുക്കിപ്പോ 20 വയസ്സിൽ 25 വയസ്സിലാണ് ഇത് കണ്ടുപിടിച്ചത്, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നെങ്കിൽ ഒരു 40 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? 40 പോട്ടെ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി ഒന്നിനു പുറകെ ഇത് കൂടത്തേ ഉള്ളൂ. ഈ തൈറോയിഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇല്ലാതാവുന്ന ഒരു അസുഖമല്ല. നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഈ അസുഖത്തെ ഒന്ന് കൺട്രോൾ ആയിട്ടെങ്കിലും നിൽക്കുകയുള്ളൂ. അപ്പൊ ഇത് മുന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിക്കണം, ഇപ്പൊ ഈ പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ടോ, എന്നെ അൺഹെൽത്തി ആക്കി മാറ്റുന്നുണ്ടോ? ഇത് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക, നിങ്ങളുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്. അപ്പൊ അത് പ്രകാരം നിങ്ങൾക്ക് തീരുമാനിക്കാം ചികിത്സ വേണോ വേണ്ടയോ.